ഓൾറെഡി ടീം പുറത്തുണ്ട്. മഴ ഭാഗമാണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ നോക്കുന്നുണ്ട്. ഏകദേശം ആ സ്ഥലം ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ കുറച്ച് ഭാഗം ബാക്കിയാണ്. ടീം വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനൊരു റിവ്യൂ ആണ് എടുത്തത്. ഇപ്പോൾ അന്വേഷണം സിറ്റുവേഷൻ ഉണ്ട്. മെയിൻലി ഇയാൾ എവിടെയാണ്, കാരണം ഈ വീട്ടിലിനെ നമുക്ക് ഒരു വിഷക്കുപ്പി കൂടിയാണ് കിട്ടിയത്. സോ ആ സൂസൈഡിൻ്റെ ആംഗിൾ ഞങ്ങളിപ്പോൾ ഒഴിവാക്കുന്നില്ല. ആ ആംഗിൾ കൂടി കൺസിഡർ ചെയ്തിട്ട് എല്ലാം സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ സ്ഥലങ്ങൾ ഞങ്ങൾ സ്കാൻ ചെയ്തിട്ട് നോക്കി, പക്ഷേ അതിൽ ഒന്നും കിട്ടിയിട്ടില്ല. കഡാവർ ഡോഗ് കൂടി ഞങ്ങൾ നാളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ചിലപ്പോൾ കഡാവർ ഡോഗ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ വീണ്ടും നമുക്ക് സെർച്ച് ചെയ്തിട്ട് നോക്കാം. രാത്രി സമയത്ത് അവിടെ ഈ പോലീസ് പ്രസൻസ് കൃത്യമായിട്ടുണ്ടാവും. കാരണം നാട്ടുകാർക്ക് ഒരു ചെറിയ സംശയമാണ്, ചെറിയ പേടിയാണ്. സോ അത് ഒരു സ്കീം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോലീസ് പാർട്ടി കംപ്ലീറ്റ്ലി ആ സ്ഥലത്തിൽ നിയോഗിക്കാൻ പോകുന്നത്. ഈ കാര്യമാണ് 2-3 ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പാലക്കാടിൽ കണ്ടു, മറ്റ് സ്ഥലത്തിൽ കണ്ടു. പക്ഷേ അത് നമുക്ക് എല്ലാം പരിശോധിച്ചിട്ട് നോക്കി, എവിടേക്കും കിട്ടിയിട്ടില്ല. അൺവെരിഫൈഡ് ഇൻഫർമേഷൻ ആയിരുന്നു. മറ്റ് ഇയാളുടെ CDR വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ലീഡാണ് കിട്ടിയത്. ആ CDR വെരിഫിക്കേഷൻ പ്രകാരം നമ്മുടെ ടീം ഓൾറെഡി പുറത്ത് വീണ്ടും ഇന്നലെ ഓൾറെഡി തൃപ്പൂർ പോയിട്ട് വെരിഫൈ ചെയ്തു. പക്ഷേ ആ സ്ഥലത്തേക്ക് ഇയാൾ വന്നിട്ടില്ല. പല സ്ഥലത്തേക്ക് ടീം ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ സ്ഥലം ഇപ്പോൾ പേര് പറയുന്നില്ല, കാരണം ഇഫ് ഹി ഈസ് ദെയർ ഹി വിൽ റൺ അവേ. സോ നമ്മുടെ ടീം ഓൾറെഡി പോകുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ ഇൻട്രോഗേഷനിൻ്റെ കാര്യം ഇയാളുടെ ബ്രദർക്ക് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ഇഫ് സം ഇൻഫർമേഷൻ ക്യാൻ ബി കമ്മിങ് ഫ്രം ദാറ്റ്. സോ അത്ര കാര്യം ഞങ്ങൾ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി കേസിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഓൾറെഡി ചെയ്തിട്ട് വരികയാണ്. 2 ഫോണല്ല, ഇപ്പോൾ ഒരു ഫോണിൽ കുറേ സിം കാർഡാണ് ഉപയോഗിച്ചത്. പിന്നെ ഇയാളുടെ സിം ഉപയോഗിച്ചിട്ട് മറ്റ് ഫോണുകളിൽ വെച്ചിട്ട് അത് സംസാരിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് IMR വെരിഫിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് മനസ്സിലായത്. സോ ആ എല്ലാം ഫോൺ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പരിശോധന ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയുടെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നു. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടും നടപടി പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളൊരു പരാതി. അത് ഞങ്ങൾ കുറേ പ്രാവശ്യം അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ബെയിൽ ആപ്ലിക്കേഷൻ നേരത്തെ ഇയാൾക്ക് ബെയിൽ കിട്ടിയിരുന്നു. ആ ബെയിൽ സമയത്ത് നമ്മുടെ ഭാഗത്ത് തന്നെ നെന്മാറ പോലീസ് അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബെയിൽ ഒബ്ജെക്ഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അയാൾക്ക് 22 ആ സമയത്ത് ബെയിൽ കിട്ടി. പിന്നെ ഇയാൾ ഒരു ബെയിൽ കണ്ടീഷൻ റിലാക്സേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ആ ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്യേണ്ട അതും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ അപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ കോടതി അയാൾക്ക് അവകാശം കൊടുത്തു. റിലാക്സ് ചെയ്തിട്ട് ബെയിൽ കണ്ടീഷൻ റിലാക്സ് ചെയ്തിട്ട് കൊടുത്തു. ആദ്യമായിരുന്നു ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ അത് റിലാക്സ് ചെയ്തിട്ട് നെന്മാറ പഞ്ചായത്ത് ഏരിയയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുവരെ ലിമിറ്റ് ചെയ്തു. പക്ഷേ ഇതിലെ പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് അപ്പോസ് ചെയ്തിരുന്നു. കോടതിയാണ് അയാൾക്ക് അവകാശം കൊടുത്തത്. അത് അത് ഞങ്ങൾ അതിൻ്റെ എന്തെങ്കിലും അതിലെ ഭാഗത്ത് തന്നെ പോലീസിൻ്റെ ചെറിയ എന്തെങ്കിലും വീഴ്ച ആണെങ്കിൽ ഞങ്ങൾ അത് ഞങ്ങൾ അന്വേഷിക്കാൻ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഈ നിങ്ങൾ ചോദിച്ച കാര്യം ഓൾറെഡി ഒരു റിപ്പോർട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഇപ്പോൾ കൊടുക്കാം. എന്തെങ്കിലും ആണ് അത് അന്വേഷണം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഴ്ച എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ പരിശോധന ചെയ്തിട്ട് ബന്ധപ്പെട്ട നടപടികൾ അതിൽ എടുക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് തന്നെ അതിന്റെ നടപടികൾ നമുക്ക് അന്വേഷിച്ചിട്ട് എടുക്കാൻ പോകും. അന്വേഷണം ചെയ്യാൻ വേണ്ടി അതിലെ സമയമെടുക്കും. റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താണ് സംഭവം ഉള്ളത് അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാം. ഇപ്പോൾ അത് കൊടുത്തിട്ട് ടൈം ഫ്രെയിം ഇന്ന റിപ്പോർട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.